ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ചക്ക വർക്ക് ചെയ്ത് വെച്ചിട്ടൊരു കേക്കാണ്. ഞാൻ ഒരു കപ്പ് ചക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 3/4 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കശുവണ്ടി, മുന്തിരിങ്ങ, അതുപോലെ കുറച്ച് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് എണ്ണ, ഏലക്കപ്പൊടി, വാനില എസൻസ്. അപ്പം നമുക്ക് ആദ്യം തന്നെ പഞ്ചസാര ഒന്ന് പൊടിക്കാം. 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ പൊടിക്കാൻ എടുത്തിട്ടുള്ളത്. ആദ്യം അതൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിതിൽ അയ്യപ്പന്മാർക്ക് കൊടുക്കണതുകൊണ്ട് മുട്ട ചേർക്കുന്നില്ല. മുട്ട ഇല്ലാത്ത കേക്കാണ് ഞാൻ തയ്യാറാക്കണത്. നമുക്ക് നോക്കാം. ഇതൊന്ന് പൊടിച്ചെടുത്തോളൂ. പഞ്ചസാര ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ മൈദപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചക്ക കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പ് സൺഫ്ലവറാണ്, അതും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ ചക്ക, മൈദാമാവ്, എണ്ണ എല്ലാം കൂടെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്നുകൂടെ നമുക്ക് അടിച്ചെടുക്കാം. 1/2 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കും. ഒന്നുകൂടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാരമൽ തയ്യാറാക്കാനുള്ളൊരു ഫ്രൈ പാൻ ഞാൻ അടുത്ത് വെച്ച് കൊടുക്കാം. നമുക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ കാരമൽ ഏകദേശം ആയിട്ടുണ്ട്, റെഡി ആയിട്ടാണ്. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആയിട്ടുണ്ട്, നമുക്കിത് ഇറക്കി വയ്ക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം. കശുവണ്ടി, മുന്തിരി ഇട്ട് കൊടുക്കാം. നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഒഴിച്ച് കൊടുക്കാം. തയ്യാറാക്കുന്ന പാത്രത്തിലോട്ട് കൊടുക്കാം. തയ്യാറാക്കുന്ന പാത്രം ഞാൻ അടുപ്പത്ത് കേക്ക് തയ്യാറാക്കണം, ഓവനിൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ അടുപ്പ് കത്തിച്ച് ഒരു പാത്രം വെച്ച് കൊടുക്കാം. സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. ഒരു വളയം വെച്ച് കൊടുക്കാം. നമുക്ക് കേക്കിൻ്റെ കൂട്ട് ഞാൻ ഇറക്കി അടപ്പുണ്ട് അടച്ച് നമുക്ക് ഒരു മീഡിയം തീ വെച്ചാൽ മതി. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റൗ ഓഫാക്കാം. കേക്ക് കുറച്ച് തണുക്കാൻ വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചക്ക കേക്കാണ് ഞാൻ തയ്യാറാക്കിയത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.